ഗുഡ് മോർണിംഗ്. അപ്പോൾ സൈലത്തിൻ്റെ HSA മാത്തമാറ്റിക്സിൻ്റെ ബാച്ച് നമ്മളൊന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 2024 അവസാനമോ അല്ലെങ്കിൽ 2025 ആദ്യ ഭാഗത്തോ ആയിട്ട് നമുക്ക് HSA മാത്തമാറ്റിക്സിൻ്റെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്യാം. മറ്റുള്ള HSAകളിൽ നിന്നും ഇക്കൊല്ലത്തെ HSA ഡിഫറൻ്റ് ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് പ്രകാരം ചിലപ്പോൾ അവസാനത്തെ HSA മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ HSA ആവാനുള്ള ചാൻസ് നമ്മുടെ HSAക്ക് പ്രാവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും തുടക്കം മുതലേ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് ഒരു റാങ്ക് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. HSA മാത്തമാറ്റിക്സിൻ്റെ സിലബസ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ലെങ്കിൽ സിലബസ് ഞാനൊന്ന് ജസ്റ്റ് കാണിക്കാം. സിലബസിൽ നമുക്ക് 2 പാർട്ടുകളാണ് വരുന്നത്, പാർട്ട് എ, പാർട്ട് ബി. പാർട്ട് എയിൽ വരുന്നത് 3 മൊഡ്യൂളുകളായിട്ടാണ്. അതിലൊന്ന് റിനൈൻസസ് വരുന്നുണ്ട്, രണ്ടാമത്തെ ജനറൽ നോളജ്, മൂന്നാമത്തെ ടീച്ചിങ് മെത്തഡോളജി അഥവാ സൈക്കോളജിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. പാർട്ട് ബിയിലാണ് നമ്മുടെ മാത്തമാറ്റിക്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകൾ വരുന്നത്. പാർട്ട് ബിയിൽ നിങ്ങൾ ഓർത്ത് വെക്കുക, 8 മൊഡ്യൂളുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 8 മൊഡ്യൂളുകൾ. അതിൽ ആദ്യത്തെ 5 മൊഡ്യൂളുകൾ നിങ്ങൾ +1 +2 ഡിഗ്രി ക്ലാസ്സുകളിൽ പഠിച്ച മാത്തമാറ്റിക്സിനെ ബേസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള 3 മൊഡ്യൂളുകൾ സ്റ്റാറ്റിസ്റ്റിക്സാണ്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 1 നോക്കാം. മൊഡ്യൂൾ 1ൽ നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് എലമെൻ്ററി സെറ്റ് തിയറി, അതുപോലെ തന്നെ ജിയോമെട്രി, ട്രിഗനോമെട്രി, അങ്ങനെ +1ലും +2ലും പഠിക്കുന്ന കുറച്ച് കണ്ടന്റുകളാണ് പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 2ലേക്ക് വരികയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡീൽ ചെയ്യാനുള്ളത് തിയറി ഓഫ് നമ്പേഴ്സ്, മാട്രിസസ്, അങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ. മൊഡ്യൂൾ 3ലാണെങ്കിൽ കാൽക്കുലസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, ഇൻ്റഗ്രേഷൻ, അങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെയാണ് മൊഡ്യൂൾ 3ൽ വരുന്നത്. മൊഡ്യൂൾ 4 ആണെങ്കിൽ കുറച്ചും കൂടെ ഡിഗ്രി ലെവലിലേക്ക് കടക്കുന്നുണ്ട്. ബൗണ്ടഡ് സെറ്റ്, സീക്വൻസ് ആൻഡ് സീരീസ്, കോംപ്ലക്സ് നമ്പേഴ്സ്, അങ്ങനെ റിയൽ അനാലിസിസും കോംപ്ലക്സ് അനാലിസിസ് ഒക്കെ വരുന്നൊരു ഭാഗമാണ്. മൊഡ്യൂൾ 5ലേക്ക് വരികയാണെങ്കിൽ വെക്റ്റേഴ്സ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്. പിന്നീട് ഞാൻ പറഞ്ഞു മൊഡ്യൂൾ 6, 7, 8 അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റാറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ടോപ്പിക്കുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മൊഡ്യൂൾ 4ലെ ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൊഡ്യൂൾ 4ലെ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത്. മൊഡ്യൂൾ 4ലെ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്. കോംപ്ലക്സ് നമ്പേഴ്സിൽ നിങ്ങൾക്ക് ഡീൽ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ +1ൽ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന പേരിൽ നിങ്ങളൊരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. പിന്നീട് നിങ്ങൾ ഡിഗ്രി ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലൊക്കെ ആയിട്ട് കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്ന പേരിലും ഒരു പേപ്പർ പഠിക്കുന്നുണ്ട്. ഈ 2 പേപ്പറിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് വരുന്നത് +1 ക്ലാസ്സിലെ കുറേ കണ്ടൻറ്റുകളാണ്. പിന്നീട് കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്ന ഡിഗ്രി ക്ലാസ്സുകളിലെ ടോപ്പിക്കിലെ ചില ചെറിയ കണ്ടൻറ്റുകൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം. ഡീൽ ചെയ്യുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് എന്താണ്, അതിൻ്റെ മോഡുലസ്, കോൺജുഗേറ്റ്, പോളാർ ഫോം, nth റൂട്ട് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്, അത്രയും കാര്യം നിങ്ങൾ +1 ഹയർ സെക്കൻഡറി തലത്തിൽ പഠിക്കുന്നതാണ്. പിന്നീട് വരുന്നത് ഫങ്ഷൻസ് ഓഫ് കോംപ്ലക്സ് വേരിയബിൾസ്, എലമെൻ്ററി ഫങ്ഷൻസ് ഓഫ് കോംപ്ലക്സ് വേരിയബിൾസ്, അനലിറ്റിക് ഫംഗ്ഷൻ, ടൈലർ സീരീസ്, ലോറൻസ് സീരീസ്, ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾ ഡിഗ്രി ക്ലാസ്സുകളിലും ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് മെയിനായിട്ട് എന്ത് ചെയ്യാനുള്ളത്, കോംപ്ലക്സ് അനാലിസിസ് അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അപ്പോൾ ഈ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് മെയിനായിട്ട് ഡീൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റാവുന്നത് 2 ടെക്സ്റ്റ് ബുക്കുകളാണ്. ഒന്നാമത്തെ നിങ്ങൾ നോക്കേണ്ടത് +1ലെ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. പക്ഷേ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ സാധാ +1ലെ ടെക്സ്റ്റ് ബുക്കല്ല, +1ലെ മലയാളീകരിച്ച ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടും. ആ ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, HSA മാത്തമാറ്റിക്സിൽ നിങ്ങൾക്ക് ഒരിക്കലും കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണില്ല. പകരം നിങ്ങൾ കാണുക സമ്മിശ്ര സംഖ്യകൾ എന്നാണ് കാണുക. ചില മലയാളം ടേമുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു HSA മാത്തമാറ്റിക്സ് പഠിക്കുന്ന കുട്ടിക്ക് ആദ്യമായിട്ട് കുട്ടി നേരിടുന്ന ഒരു ഭീഷണി എന്ന് പറയുന്നത് അതാണ്. മലയാളത്തിലാണ് HSA മാത്തമാറ്റിക്സിൻ്റെ എക്സാം ഉണ്ടാവുക, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ അത് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. കാരണം ചില ടേമുകളൊക്കെ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ മാത്തമാറ്റിക്കൽ ടേം എന്താ, അല്ലെങ്കിൽ മലയാളം ടേം കാണുന്ന സമയത്ത് തന്നെ അതിൻ്റെ മാത്തമാറ്റിക്കൽ മീനിങ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷെ ചിലത് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് മലയാളം ടേമുകൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നത്, മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ പേരോർത്ത് വെക്കുക, സമ്മിശ്ര സംഖ്യകൾ എന്ന. അത്ര പെട്ടെന്ന് സമ്മിശ്ര സംഖ്യകൾ എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തൂല.
അപ്പോൾ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ടേമുകൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ സമ്മിശ്ര സംഖ്യകൾ എന്ന് കാണുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് വരുന്നത് എന്താണ്? കോംപ്ലക്സ് നമ്പേഴ്സാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ റെഫർ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് +1 കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അഥവാ സമ്മിശ്ര സംഖ്യകളും രണ്ടാംകൃതി സമവാക്യങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കാണ് നിങ്ങൾ ആദ്യം ഡീൽ ചെയ്യേണ്ടത്. പിന്നീട് നിങ്ങൾ ഡിഗ്രി ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റാവുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക്, നിലവിൽ ഡിഗ്രി ക്ലാസ്സുകളിൽ ഡീൽ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക്, എ ഫസ്റ്റ് കോഴ്സ് ഇൻ കോംപ്ലക്സ് അനാലിസിസ് വിത്ത് ആപ്ലിക്കേഷൻ, ഡെന്നിസ് ജി സില്ലിൻ്റെ ബുക്കാണ്. ഈ ബുക്ക് നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം. ആ ബുക്കിൽ ആദ്യത്തെ കുറച്ച് പോർഷൻസ് മാത്രമേ നമ്മുടെ സിലബസിലേക്ക് കയറി വരുന്നുള്ളൂ. വലിയ ബുദ്ധിമുട്ടാക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന സാധനം കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. കോംപ്ലക്സ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ മലയാളീകരിച്ച പേര് നിങ്ങളുടെ ഓർമ്മയിലേക്ക് വേണം. കോംപ്ലക്സ് നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുക സമ്മിശ്ര സംഖ്യകൾ എന്നാണ് വിളിക്കട്ടോ. സമ്മിശ്ര സംഖ്യകൾ. അപ്പോൾ ഈ പേര് നന്നായിട്ട് മനസ്സിൽ വെക്കുക, സമ്മിശ്ര സംഖ്യകൾ. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണുക സമ്മിശ്ര സംഖ്യകൾ എന്നാണ്. ആ കാര്യം നന്നായിട്ട് ഓർത്തു വെക്കുക. ഒരു പേരും കൂടെ അതിന് പറിച്ചു വെക്കുക. അല്ലെങ്കിൽ സങ്കീർണ സംഖ്യകൾ എന്ന് പറയുന്ന പേരിലും കൂടെ ചില സമയത്ത് കോംപ്ലക്സ് നമ്പേഴ്സ് അറിയപ്പെടാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ചില ആളുകളെങ്കിലും അതിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഗൂഗിൾ ട്രാൻസ്ലേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഡീൽ ചെയ്യാറുണ്ട്. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഗൂഗിൾ ട്രാൻസ്ലേഷൻ മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ നിങ്ങൾ കാണുക സങ്കീർണ സംഖ്യകൾ എന്നാണ് കാണുക. അപ്പോൾ ആ പേരും കൂടെ ഒന്ന് മനസ്സിലോർത്ത് വെക്കുക. സങ്കീർണ സംഖ്യകൾ എന്നുള്ള പേര് വന്നാലും അതെന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കോംപ്ലക്സ് നമ്പർ ആണെന്നുള്ളത് മനസ്സിലാക്കണം. സങ്കീർണ സംഖ്യ. റെഡിയല്ലേ? അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ പേര് സമ്മിശ്ര സംഖ്യകൾ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സങ്കീർണ സംഖ്യകൾ എന്നും വിളിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ആശയത്തിലേക്ക് കടക്കാം. സമ്മിശ്ര സംഖ്യകൾ എന്ന് പറയുന്ന ആശയത്തിലേക്ക് കടക്കാൻ പോവാണ്. ഓക്കെ, സമ്മിശ്ര സംഖ്യകൾ അഥവാ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ആശയം ഉത്ഭവിച്ചത് x² + 1 = 0. ഇതൊരു രണ്ടാംകൃതി സമവാക്യം അഥവാ ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഈ രണ്ടാംകൃതി സമവാക്യത്തിൻ്റെ പരിഹാരം അഥവാ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുത്താലാണ് ഇവിടെ 0 കിട്ടുക? അതിനെയാണ് നമ്മൾ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ രണ്ടാംകൃതി സമവാക്യത്തിൻ്റെ പരിഹാരം എന്ന് വിളിക്കുന്നത്, സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ അത് കണ്ടെത്താനായിട്ട് നമ്മൾ ചെയ്യുക x² ആ +1 അങ്ങോട്ട് കൊടുക്കുമ്പോൾ -1 എന്ന് കിട്ടുന്നുണ്ട്. x² -1. ഓക്കെ, അത് എന്താ അതിന് ഉദ്ദേശിക്കുന്നത്? ഏത് സംഖ്യയുടെ സ്ക്വയർ എടുത്താലാണ് -1 കിട്ടുക? ഓക്കെ, അപ്പോൾ നമ്മൾ ആലോചിക്കും ഏത് സംഖ്യയുടെ സ്ക്വയർ എടുത്താലാണ് -1 കിട്ടുക? ഏതെങ്കിലും റിയൽ നമ്പറിൻ്റെ സ്ക്വയർ എടുത്താൽ -1 കിട്ടുമോ? റിയൽ നമ്പർ എന്ന് പറയുന്ന പേര് നിങ്ങളുടെ മനസ്സിൽ വരണേ. റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വിളിക്കുന്ന പേരൊന്ന് ഓർത്തയിൽ വെക്കണം. രേഖീയ സംഖ്യകൾ എന്നാണ് റിയൽ നമ്പറിന് മലയാളത്തിൽ പറയും. രേഖീയ സംഖ്യകൾ. ആ പേര് നന്നായിട്ട് ഓർത്തു വെക്കുക. രേഖീയ സംഖ്യകൾ എന്നാണ് റിയൽ നമ്പേഴ്സിന് നമ്മൾ മലയാളത്തിൽ പറയും. ഓക്കെ, അപ്പോൾ ഒരു രേഖീയ സംഖ്യയുടെയും വർഗം നെഗറ്റീവ് നമ്പർ ആവൂല. ഒരു റിയൽ നമ്പറിൻ്റെയും സ്ക്വയർ ഒരിക്കലും എന്താവില്ല? നെഗറ്റീവ് നമ്പർ വരില്ല. അപ്പോൾ നമുക്ക് ഈ രണ്ടാംകൃതി സമവാക്യത്തിൻ്റെ പരിഹാരം ഒരിക്കലും രേഖീയ സംഖ്യയിൽ പറയാൻ പറ്റില്ല. കാരണം എന്താ? ഒരു റിയൽ നമ്പറിൻ്റെയും സ്ക്വയർ എടുത്താൽ മൈനസ് കിട്ടില്ല, നെഗറ്റീവ് നമ്പർ കിട്ടില്ല. ഒരു രേഖീയ സംഖ്യയുടെയും വർഗം നെഗറ്റീവ് ന്യൂന്യമാവില്ല. അതുകൊണ്ട് തന്നെ ഈ സമവാക്യത്തിൻ്റെ പരിഹാരം ഒരിക്കലും രേഖീയ സംഖ്യയിൽ ഉണ്ടാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പുതിയൊരു നമ്പർ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത നമ്പർ സിസ്റ്റമാണ് ഏതെന്ന് പറയുന്നത്? കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന സംഗതി. അപ്പോൾ എങ്ങനെയാണ് കിട്ടുക? x² -1 ആണെങ്കിൽ x എന്താ വരിക? ±√-1 എന്ന് വരുന്നുണ്ട്. x ±√-1. ദാറ്റ് ഈസ് x ± എന്താ പ്രശ്നം? ഇവിടെ നെഗറ്റീവ് റിയൽ നമ്പേഴ്സിനൊന്നും സ്ക്വയർ റൂട്ടുകളില്ല. ന്യൂന്യമായിട്ടുള്ള രേഖീയ സംഖ്യകൾക്കൊന്നും വർഗ്ഗമൂലം വരുന്നില്ല. അതുകൊണ്ട് √-1 നമുക്ക് റിയൽ നമ്പേഴ്സിൽ രേഖീയ സംഖ്യകളിൽ ഉത്തരം കിട്ടൂല. അപ്പം നമ്മൾ അതിനൊരു പുതിയ നമ്പർ സിസ്റ്റം കൊണ്ടുവരുന്നു. ആ പുതിയ നമ്പർ സിസ്റ്റത്തിൽ √-1 ആണ് യൂണിറ്റ് നമ്പറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലേ? നമ്മുടെ നമ്പർ സിസ്റ്റം ഏതാ? 1 2 3 4 എന്ന് പറയുന്ന നമ്പർ സിസ്റ്റത്തിൽ ഇതിനെ നമ്മൾ വിളിക്കുക എണ്ണൽ സംഖ്യകൾ എന്നാണ് വിളിക്കുക. ഇവിടുത്തെ യൂണിറ്റ് ഏതാ? യൂണിറ്റ് നമ്പർ എന്ന് പറയുന്നത് 1.
ഓക്കെ. അതേപോലെ കോംപ്ലക്സ് നമ്പേഴ്സിലെ യൂണിറ്റ് നമ്പർ എന്ന് പറയുന്നത് ആരാ? √-1. ആ √-1 നമ്മളൊരു ഇമാജിനറി നമ്പർ വെച്ച് റെപ്രസെൻ്റ് ചെയ്തു, ദാറ്റ് ഈസ് ഐ. അതിനെ നമ്മൾ അയോട്ട എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ x ± i ആണ് x² + 1 = 0 എന്ന് പറയുന്ന രണ്ടാം കൃതി സമവാക്യത്തിൻ്റെ പരിഹാരം, സൊല്യൂഷൻ കിട്ടുന്നത്. ഓക്കെ. ഇവിടെ നിന്നാണ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഉത്ഭവം വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് കിട്ടിയത്, അല്ലെങ്കിൽ ഈ രണ്ടാം കൃതി സമവാക്യത്തിൻ്റെ പരിഹാരം കിട്ടിയത് ഒരു കോംപ്ലക്സ് നമ്പറിലാണ്. ഏതാ പരിഹാരം വരുന്നത്? ±i. i അതിൻ്റെ സൊല്യൂഷനാണ്, -i അതിൻ്റെ സൊല്യൂഷനാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, റെഡി. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കോംപ്ലക്സ് നമ്പേഴ്സിലെ കംപ്ലീറ്റ് കോൺസെപ്റ്റും പറഞ്ഞിട്ട് അവസാനം അതിൻ്റെ ചോദ്യങ്ങൾ ചെയ്യുന്ന രീതിയിലല്ല നമ്മൾ പോകുന്നത്. ഓരോ കോൺസെപ്റ്റും പറഞ്ഞിട്ട് ആ കോൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള HSA മാത്തമാറ്റിക്സിൻ്റെ പ്രീവിയസ് ഇയറുകളിലും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമ്മളോട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നോക്കാം, കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സെക്ഷനിൽ ആദ്യമായിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ചോദ്യം എന്ന് പറയുന്നത് പവേഴ്സ് ഓഫ് ഐയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം, പവേഴ്സ് ഓഫ് ഐ. അപ്പോൾ ആ കാര്യമാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്, പവേഴ്സ് ഓഫ് ഐ. ഓക്കെ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഐയിൻ്റെ കൃത്യംഗം എന്ന് പറയും, ഐയിൻ്റെ കൃത്യംഗം എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ കൃത്യംഗം എന്നാണ് പവറിന് പറയുക. അവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ചെറിയ ക്ലാസ്സുകളിൽ മുതൽ നിങ്ങൾ പവറിന് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് കൃതി എന്ന് പറയുന്ന ടേമാണ്. അതായത് SCERT ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ പവറിന് നമ്മൾ യൂസ് ചെയ്യുന്നത് കൃതി എന്നാണ്. അപ്പോൾ 5² എന്ന് എഴുതിയാൽ 5ൻ്റെ കൃതിയാണ് 2. 7³ എന്ന് എഴുതിയാൽ 7ൻ്റെ കൃതിയാണ് 2. അതുപോലെ തന്നെ ഡിഗ്രിക്കാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? സാധാരണ കൃത്യംഗം എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിക്കാറുള്ളത്. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഡിഗ്രി എത്രയാ? 2. അതിനെയാണ് നമ്മൾ കൃത്യംഗം എന്ന് വിളിക്കുക. അപ്പോൾ ശരിക്കും കൃത്യംഗം എന്ന് പറഞ്ഞാൽ ഡിഗ്രി എന്ന് പറയുന്ന സെൻസിലാണ്. പക്ഷേ നിങ്ങളുടെ +1 ടെക്സ്റ്റ് ബുക്കിൽ പവേഴ്സ് ഓഫ് ഐ എന്നുള്ളിടത്ത് കൊടുത്തിട്ടുള്ളത് ഐയിൻ്റെ കൃത്യംഗം എന്നാണ്. അപ്പോൾ ഐയിൻ്റെ കൃതി എന്നും വായിക്കാം, അല്ലെങ്കിൽ ഐയിൻ്റെ കൃത്യംഗം എന്നും വായിക്കാം. അപ്പോൾ കൃത്യംഗം എന്ന് പറയുന്ന വേർഡ് നിങ്ങളുടെ മനസ്സിൽ വരണം. കൃത്യംഗം എന്ന് പറയുന്ന വേർഡ് പവർ എന്ന് പറയുന്ന സെൻസിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡിഗ്രി എന്ന് പറയുന്ന സെൻസിലും ഉപയോഗിക്കാം. NCERTയിലും SCERTയിലും അത് പരസ്പരം ക്ലാഷ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ആ ടേം ഉണ്ടാകണം. ഡിഗ്രി എന്ന് പറയുന്ന ടേമിനും പവർ എന്ന് പറയുന്ന ടേമിനും കോമൺ ആയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കൃത്യംഗം എന്ന് യൂസ് ചെയ്യാം. അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ പവേഴ്സ് ഓഫ് ഐയിൻ്റെ കൃത്യംഗത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പറയുന്നത്. നോക്കാം, ഐയിൻ്റെ കൃത്യംഗം എന്ന് പറഞ്ഞാൽ പവേഴ്സ് ഓഫ് ഐ. തുടങ്ങാണ്. I⁻1. എന്താ I⁻1 വരുന്നത്? അത് ഐ തന്നെ. I⁻1 എന്ന് പറഞ്ഞാൽ ഐ. എന്താ ഐയിൻ്റെ സ്ക്വയർ വരുന്നത്? I². I² എന്ന് പറഞ്ഞാൽ എന്താ? I² എന്ന് പറഞ്ഞാൽ I × I. I എന്ന് പറഞ്ഞാൽ √-1. അപ്പോൾ √-1 × √-1 എന്ന് കിട്ടുന്നുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു -1. അപ്പോൾ I² ചെയ്താൽ കിട്ടുന്നത് എന്താണ്? -1. ഇനി എന്താ I³ എന്ന് പറഞ്ഞാൽ ശരിക്കും I² × I. I² എന്ന് പറഞ്ഞാൽ -1. therefore -1 × I. therefore I³ എന്ന് പറയുന്നത് എന്തായിരിക്കും? -I. I⁻4 എന്താ വരുന്നത്? I⁻4 എന്ന് പറഞ്ഞാൽ I² × I² ആ വരിക, ദാറ്റ് ഈസ് -1 × -1 വിച്ച് ഈസ് 1. ഓക്കെ, റെഡി. I⁻5 എന്താ വരുന്നത്? I⁻5 എന്ന് പറഞ്ഞാൽ I⁻4 × I. I⁻4 എന്ന് പറഞ്ഞാൽ 1. 1 × I എന്ന് പറഞ്ഞാൽ ആരാ? I തന്നെ. I⁻6 എന്താ വരുന്നത്? I⁻6 എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടുക? I⁻6 എന്ന് പറഞ്ഞാൽ I⁻5 × I. I⁻5 എത്രയാ? I. therefore I × I, I² എത്ര കിട്ടുന്നുണ്ട്? -1. I⁻7 എന്താ കിട്ടുന്നത്? I⁻6 × I. I⁻6 എന്ന് പറഞ്ഞാൽ എത്രയാ? -1. therefore -1 × I എന്ന് പറഞ്ഞാൽ -I എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ I⁻7 എത്രയാണ് കിട്ടുന്നത്? ഒരു മിനിറ്റ്. പേജ് ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, നോക്കാം. I⁻7 എത്രയാണ് വരുന്നത്? I⁻7 നമ്മൾ ചെയ്താണോ? I⁻7 ഡീൽ ചെയ്താണ്. I⁻8 എത്രയാണ് നോക്കാം. എത്രയാണ് I⁻8 വരിക? I⁻8 എന്ന് പറയുന്നത് I⁻7 × I.
ഐ റേസ് ടു 7 എന്ന് പറഞ്ഞാൽ മൈനസ് ഐ കിട്ടുന്നത്. അപ്പോൾ മൈനസ് ഐ ഇൻറ്റു ഐ എന്ന് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് എത്രയാണ് കിട്ടുക? മൈനസ് ഐ സ്ക്വയർ, ദാറ്റ് ഈസ് മൈനസ് മൈനസ് 1 എത്രയാണ് കിട്ടുന്നത്? +1 കിട്ടുക. അപ്പോൾ നമുക്ക് നോക്കിയാൽ അതിൽ നിന്നൊരു ബന്ധം മനസ്സിലാകും. ഐ റേസ് ടു 1 ഐ സ്ക്വയർ മൈനസ് 1, ഐ ക്യൂബ് മൈനസ് ഐ റേസ് ടു 4 എന്ന് പറയുന്നത് 1, ഐ റേസ് ടു 5 എന്ന് പറയുന്നത് ഐ ആണ്, ഐ റേസ് ടു 6 എന്ന് പറയുന്നത് -1, ഐ റേസ് ടു 7 എന്ന് പറയുന്നത് എത്രയാ? -i, ഐ റേസ് ടു 8 എന്ന് പറയുന്നത് എത്രയാണ്? 1. അപ്പോൾ നമ്മൾ നോക്കി ഒരു ജനറൽ ആയിട്ടുള്ള ഐഡിയ നമുക്ക് ഉണ്ടാക്കാം. ഐ റേസ് ടു 4 വന്നാലും ഐ റേസ് ടു 8 വന്നാലും 1 കിട്ടുക. അതായത് ഐൻ്റെ കൃത്യംഗം 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 1. ഇനി ഐ റേസ് ടു 1, ഐ റേസ് ടു 7 അല്ലെങ്കിൽ ഐ റേസ് ടു 5 ഒക്കെ വന്നാൽ എത്രയാണ് കിട്ടുന്നത്? ഐ കിട്ടുന്നത്. ഐ റേസ് ടു 1 ആണെങ്കിലും ഐ റേസ് ടു 5 ആണെങ്കിലും കിട്ടുന്നത് ഐ തന്നെ. അതായത് ഐൻ്റെ മുകളിൽ 4ൻ്റെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്യുന്ന രീതിയിൽ വന്നാൽ ആൻസർ എത്രയാണ് കിട്ടുക? ഐ കിട്ടുക. അത് നമുക്ക് ജനറൽ ആയിട്ട് ഇങ്ങനെ എഴുതാം. ഐ റേസ് ടു എൻ ഈക്വൽ ടു, ജനറൽ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാന്നുള്ള കാര്യം നോക്കാം. ഐ റേസ് ടു എൻ ഈക്വൽ ടു, ആ എൻ എന്ന് പറയുന്നത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന സാധനം എന്തായിരിക്കും? ആൻസർ 1. ഐൻ്റെ മുകളിലുള്ള പവർ 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, ഐൻ്റെ കൃത്യംഗം 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഐ റേസ് ടു എൻ എന്ന് പറയുന്നത് എത്രയാ? 1. ഇനി ഐൻ്റെ കൃത്യംഗം 4ൻ്റെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നതെന്ന് വിചാരിക്കുക. 4n + 1 എന്ന് പറയുന്ന ഫോമിലാണ് വരുന്നതെങ്കിൽ എന്താ ആൻസർ വരിക? ഐ തന്നെ ആൻസർ വരും. ഐൻ്റെ കൃത്യംഗം 4n + 2, അതായത് 4ൻ്റെ മൾട്ടിപ്പിളിനോട് 2 കൂട്ടുന്ന രീതിയിലാണ് ഐൻ്റെ പവർ വരുന്നതെങ്കിൽ നമുക്ക് ആൻസർ വരിക -1. ഐൻ്റെ കൃത്യംഗം n ഈക്വൽ ടു 4n + 3, 4ൻ്റെ മൾട്ടിപ്പിളിനോട് 3 ആഡ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നതെങ്കിൽ നമ്മുടെ ആൻസർ വരുന്നത് എത്രയാ? -i വരിക. ഈ കാര്യമാണ് നമുക്ക് ഐൻ്റെ പവറുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ള മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് HSA മാത്തമാറ്റിക്സിന് നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഐൻ്റെ പവറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഐൻ്റെ പവറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് 4 കാര്യങ്ങളാണ് നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരേണ്ടത്. എന്തൊക്കെയാ കാര്യങ്ങൾ? ഐൻ്റെ പവർ അല്ലെങ്കിൽ ഐൻ്റെ കൃത്യംഗം 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആൻസർ 1. ഐൻ്റെ കൃത്യംഗം 4ൻ്റെ മൾട്ടിപ്പിളിനോട് 1 കൂട്ടുന്ന രീതിയിലാണെങ്കിൽ ആൻസർ വരുന്നത് ഐ. ഐൻ്റെ കൃത്യംഗം 4ൻ്റെ മൾട്ടിപ്പിളിനോട് 2 കൂട്ടുന്ന രീതിയിലാണ് വരുന്നതെങ്കിൽ ആൻസർ -1. ഐൻ്റെ കൃത്യംഗം 4ൻ്റെ മൾട്ടിപ്പിളിനോട് 3 കൂട്ടുന്ന രീതിയിലാണ് വരുന്നതെങ്കിൽ ആൻസർ -i. അത്രയും കാര്യങ്ങളാണ് നിങ്ങളവിടെ മെയിനായിട്ട് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. സമ്മിശ്ര സംഖ്യ ഐ എടുത്താൽ ഐ റേസ് ടു -999ൻ്റെ വില എത്ര? ഇതാണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. i, -i, 1, -1. ഇത്രയും ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ടോപ്പിക്ക് പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു നോട്ടായിട്ട് ഒരു ചെറിയ കാര്യം ഓർമ്മയിലേക്ക് വേണം. ദാറ്റ് ഈസ് 1/i എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? 1/i എന്ന് പറഞ്ഞാൽ -i ആണ് എന്നുള്ള കാര്യം ഓർമ്മയിലേക്ക് വെക്കുക. അതുപോലെ തന്നെ 1/-i എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ് വരിക? i വരിക. 1/i ചെയ്താൽ ആൻസർ വരുന്നത് -i. 1/-i ചെയ്താൽ ആൻസർ വരുന്നത് എത്രയാ? i. സംശയം ഉണ്ടെങ്കിൽ നോക്കാം. എങ്ങനെയത് വരുന്നത്? 1/i ചെയ്തു. നമുക്കിതിൻ്റെ വാല്യൂ കാണാൻ മുകളിലും താഴെയും ഞാൻ i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെന്ന് വിചാരിക്കുക. അപ്പം മുകളിൽ 1 × i കിട്ടും, താഴെ i × i സ്ക്വയർ കിട്ടും. ദാറ്റ് ഈസ് -1 ആണ്. ദെർഫോർ ആൻസർ ഈസ് -i എന്ന് കിട്ടും. അതാണ് അവിടെ നടക്കുന്നത്. ഇനി 1/-i ആണെങ്കിലോ മുകളിലും താഴെയും ഞാൻ i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ മുകളിൽ i കിട്ടും, താഴെ -i × i, ദാറ്റ് ഈസ് -i സ്ക്വയർ, -1 എന്ന് പറഞ്ഞാൽ +1 ആണ്. ദെർഫോർ i/1 എന്ന് പറയുന്നത് എത്ര കിട്ടുന്നുണ്ട്? i/1 എന്ന് പറയുന്നത് എത്രയാ? i എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ കാര്യം മാത്രം നിങ്ങളുടെ മനസ്സിലൊന്നും ഉണ്ടാവണം. എന്താ അവിടെ ഉണ്ടാവേണ്ട കാര്യം? 1/i എന്ന് പറഞ്ഞാൽ എത്രയാണ്? -i ആണ്. 1/-i എന്ന് പറഞ്ഞാൽ എത്രയാ? i ആണ്. ആ കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. അതുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ചോദ്യം വരുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ ഓർമ്മയിലേക്ക് നിൽക്കേണ്ട കാര്യം 1/i -i ആണ്, 1/-i i ആണ്. ഇനി തുടങ്ങാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് i റേസ് ടു -999ൻ്റെ വാല്യൂ ആണ്. i റേസ് ടു -999 ഇതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടെത്തണം. നമുക്കറിയാം
മുകളിൽ പവർ നെഗറ്റീവ് വരികയാണെങ്കിൽ, കൃത്യങ്ക നെഗറ്റീവ് വരികയാണെങ്കിൽ അതിനെ നമുക്ക് താഴേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇതിനെ നമ്മൾ 1/i⁻999 എന്ന് എഴുതാറുണ്ട്. 1/i⁻999 അല്ലേ? 5⁻³ എന്ന് എഴുതിയാൽ നമുക്കതിനെ 1/5⁻³ എന്ന് എഴുതാം. ഓക്കെ, പവറിന് നെഗറ്റീവാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ കൃത്യങ്ക നെഗറ്റീവാണ് വരുന്നതെങ്കിൽ അതിനെ നമുക്ക് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നാൽ അയാളെ പോസിറ്റീവ് ആക്കാം. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് 1/i⁻999. ദറ്റ് ഈസ് 1/i⁻999. ഇതിൻ്റെ വാല്യൂ കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഐൻ്റെ പവർ ആരാന്ന് നോക്കിയാൽ മതി. ഐൻ്റെ കൃത്യങ്കം 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ, 4ൻ്റെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്യുന്ന രീതിയിലാണോ, 4ൻ്റെ മൾട്ടിപ്പിളിനോട് 2 ആഡ് ചെയ്യുന്ന രീതിയിലാണോ എന്നുള്ള കാര്യമൊക്കെ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ 999 എന്ന് പറയുന്നത് 4ൻ്റെ മൾട്ടിപ്പിളിനോട് എന്ത് ആഡ് ചെയ്യുന്നതാണ് അത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 999 ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 999 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ മതി അല്ലേ? 9ൽ എത്ര 4 2 4 8 ആണ്, റിമൈൻഡർ 1. 90ൽ എത്രയാ 4 4 16 ആണ്, റിമൈൻഡർ എത്രയാണ് വരുന്നത് 3 ആണ്. 39ൽ എത്രയാണ് വരുന്നത് 9 ആണ്, 9 × 4 36 ആണ്, റിമൈൻഡർ 3 ആണ്. അപ്പോൾ 999 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ 3 ആണ്. അതിൻ്റെ മീനിങ് എന്താ? 999 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ 3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? 999 എന്ന് പറയുന്നത് 4ൻ്റെ മൾട്ടിപ്പിളിനോട് 3 ആഡ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കാണണമെങ്കിൽ i⁻³ കണ്ടാൽ മതി. ദാറ്റ് ഈസ് 1/i⁻³ എന്ന് പറഞ്ഞാൽ എത്രയാ? i³ എന്ന് പറഞ്ഞാൽ -i. 1/-i ആരാന്നുള്ളത് നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്, i ആണെന്ന് പഠിച്ചിട്ടുണ്ട്. Therefore ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, i⁻999 വാല്യൂ കണ്ടെത്തണമെങ്കിൽ i⁻999 എന്ന് പറയുന്നത് 4ൻ്റെ മൾട്ടിപ്പിളിനോട് 4ൻ്റെ ഗുണനത്തോട് എന്ത് ആഡ് ചെയ്യുന്ന രീതിയിലാണ് വരിക നോക്കണം. അതിന് ശരിക്ക് ആ 999 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ ആരാ നോക്കിയാൽ മതി. 999 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ 3 ആണ്. അതിൻ്റെ മീനിങ് എന്താ? 999 എന്ന് പറയുന്നത് 4ൻ്റെ മൾട്ടിപ്പിളിനോട് 3 ആഡ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ 1/i⁻999 വാല്യൂ കാണാൻ 4ൻ്റെ മൾട്ടിപ്പിളിനോട് 3 ആഡ് ചെയ്യുന്ന രീതിയിൽ വന്നാൽ ആൻസർ എത്രയാ? -i. അല്ലെങ്കിൽ ഇത്ര ആലോചിച്ചാൽ മതി. ഈ ഐൻ്റെ പവർ കൃത്യങ്കം 4n ആണെങ്കിൽ i⁻1ൻ്റെ വാല്യൂ ഇതാ. ഐൻ്റെ കൃത്യങ്കം 4n+1 ആണെങ്കിൽ ഐൻ്റെ വാല്യൂ എഴുതിയാൽ മതി. ഐൻ്റെ കൃത്യങ്കം 4n+2 ആണെങ്കിൽ i² ആരാന്ന് എഴുതിയാൽ മതി. ഐൻ്റെ കൃത്യങ്കം 4n+3 എന്ന് പറയുന്ന രീതിയിൽ വരികയാണെങ്കിൽ i³ വാല്യൂ എഴുതിയാൽ മതി. അതാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. i³ ആണ് അവിടെ വരിക. ദാറ്റ് ഈസ് 1/-i. 1/-i എന്ന് പറഞ്ഞാൽ എത്രയാ? i. അപ്പോൾ ഇതിൽ ചെറുതായിട്ടുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ നമുക്ക് ക്ലിയർ ആക്കാം. ആ കൺഫ്യൂഷൻസ് ഒക്കെ ക്ലിയർ ആക്കാം. ഐൻ്റെ പവറുമായിട്ട് ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? എഴുതാൻ പറ്റണം. അത് നിർബന്ധം. അപ്പോൾ എങ്ങനെയാണ് കൺഫ്യൂഷൻസ് ക്ലിയർ ആക്കുക? മറ്റൊരു ടെക്നിക്കും കൂടെ ഉണ്ട് ഇവിടെ. ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാനെന്നുള്ള സമയം നമുക്ക് കിട്ടൂല. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 999 നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ട. അതിൻ്റെ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ആ ട്രിക്ക് ഒന്ന് ആലോചിക്കുക. 999 കംപ്ലീറ്റ് ആയിട്ട് 4 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യണ്ട. 4ൻ്റെ മൾട്ടിപ്പിൾസിനൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഒരു നമ്പർ 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കാൻ അതിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റുകൾ 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ലാസ്റ്റ് 2 ഡിജിറ്റുകളിൽ മാത്രം നമ്മൾ കളിച്ചാൽ മതി. 999 കംപ്ലീറ്റ് ആയിട്ട് 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കണ്ട. 999ൻ്റെ ലാസ്റ്റ് വരുന്ന 99 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കിയാൽ മതി. അല്ല, ആ ഏരിയയിലുള്ള 4ൻ്റെ മൾട്ടിപ്പിൾ ആരാ? 96 ആ. അപ്പം 96നോട് 3 ആഡ് ചെയ്യുന്ന രീതിയിലാണ് 91 വരുന്നത്. അപ്പം നമുക്ക് ആൻസർ എന്ത് ചെയ്താം? i⁻999 എന്ന് പറയുന്നത് ആരാണ്? i⁻3 ആണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞാൽ കാര്യങ്ങൾക്ക് എത്തും. നോക്കാം. i⁻2024 ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് 2024നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കല്ല വേണ്ടത്. അതിനൊരു ട്രിക്ക് ആലോചിക്കുക. ഈ അവസാനത്തെ 2 ഡിജിറ്റ് 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ, 4ൻ്റെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്യുന്നതാണോ എന്നൊക്കെ നോക്കിയാൽ മതി. 24 4ൻ്റെ മൾട്ടിപ്പിളാണ്. 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഐൻ്റെ പവർ വരിക 1. ഇത്രേ ഉള്ളൂ. i⁻2019 എങ്ങനെയാണ് നമ്മൾ നോക്കുക? 19 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കിയാൽ മതി. 19 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ? 19 4ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 19ൻ്റെ അടുത്തുള്ള 4ൻ്റെ മൾട്ടിപ്പിൾ ആരാ? 16. 16നോട് 3 ആഡ് ചെയ്യുമ്പോഴാണ് 19 കിട്ടുക. അപ്പോൾ 19 മാത്രം നോക്കിയാൽ 19 4ൻ്റെ മൾട്ടിപ്പിളിനോട് 3 ആഡ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ i³ ആൻസർ എഴുതിയാൽ മതി. ആരാ? -i. ഇത് നോക്കൂ. i⁻2 1 3 4 5 6 അല്ലെങ്കിൽ 2 3 എന്നൊന്ന് വിചാരിക്കാം.
എന്താ അതിൻ്റെ വാല്യൂ? എത്ര വലിയ വാല്യൂ ആണെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും. എന്ത് എഴുതാൻ മതി? അതിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റുകൾ 4ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക. 23 4ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. പക്ഷേ 23യുടെ അടുത്തുള്ള 4ന്റെ മൾട്ടിപ്പിൾ ആരാ? 20 + 3 എന്ന് എഴുതാം. അപ്പോൾ 23 എന്ന് പറഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിളിനോട് 3 ആഡ് ചെയ്യുന്ന രീതിയിലാണ്. ദെഫർ ആൻസർ വരിക i³ ആൻസറാണ് വരിക -i. റെഡി? I raised to 1 2 3 4 5 6 2. എങ്ങനെ നോക്കുക? അവസാനത്തെ 2 ഡിജിറ്റ് നോക്കിയാൽ മതി. 62 4ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 62ൻ്റെ അടുത്തുള്ള 4ന്റെ മൾട്ടിപ്പിൾ ആരാ? 60. 60യോട് 2 ആഡ് ചെയ്യുമ്പോഴാണ് 62 കിട്ടുക. അപ്പോൾ ഇവിടെ i² വാല്യൂ എഴുതിയാൽ മതി. എത്രയാ? -1. ഇതാണ് iൻ്റെ പവറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കേണ്ട ചോദ്യം. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ പറയാം, നന്നായിട്ട് ശ്രദ്ധിക്കുക. iൻ്റെ കൃത്യംഗത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? iൻ്റെ കൃത്യംഗം 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആൻസർ 1 ആണ്. iൻ്റെ കൃത്യംഗം 4ന്റെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്തതാണെങ്കിൽ ആൻസർ i. iൻ്റെ കൃത്യംഗം 4ന്റെ മൾട്ടിപ്പിളിനോട് 2 ആഡ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നതെങ്കിൽ കൃത്യംഗം -1. iൻ്റെ കൃത്യംഗം 4ന്റെ മൾട്ടിപ്പിളിനോട് 3 ആഡ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ആൻസർ -i. അപ്പം നിങ്ങൾക്ക് ഒരു iൻ്റെ പവർ തന്നിട്ട് അതിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അത് iൻ്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ iൻ്റെ പവർ കൃത്യംഗം 4ന്റെ മൾട്ടിപ്പിളിനോട് എന്ത് ആഡ് ചെയ്തിട്ട് കിട്ടുന്നതെന്ന് നോക്കിയാൽ മതി. ഓക്കെ, അതിനെന്താ ചെയ്യേണ്ടത്? ആ പവർ അല്ലെങ്കിൽ ആ കൃത്യംഗത്തിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റുകൾ മാത്രം നോക്കിയാൽ മതി. കംപ്ലീറ്റ് ആയിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട. ലാസ്റ്റ് 2 ഡിജിറ്റുകൾ 4ന്റെ മൾട്ടിപ്പിൾ ആണോ, 4ന്റെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്തതാണോ, 4ന്റെ മൾട്ടിപ്പിളിനോട് 2 ആഡ് ചെയ്തതാണോ എന്നുള്ള കാര്യമൊക്കെ നോക്കിയാൽ മതി. അത്രയേ നോക്കേണ്ട ആവശ്യമുള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ മാർക്ക് മിസ്സാക്കരുത്. iൻ്റെ പവറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇതങ്ങനെ വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. നന്നായിട്ട് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. I raised to 5 ആണെന്ന് തോന്നുന്നുണ്ട്. I raised to 5 i³ ആണ്. നമുക്ക് I raised to 5 തന്നെ ആണെന്ന് തോന്നുന്നു. I raised to 5. I raised to 5 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? I എന്ന് പറഞ്ഞാൽ iൻ്റെ പവർ കൃത്യംഗം 4ന്റെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. 4ന്റെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ആൻസർ കിട്ടുക? I തന്നെയാണ് ആൻസർ കിട്ടുക. ദെഫർ ഓപ്ഷൻ C ഈസ് ദ റൈറ്റ് ആൻസർ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവൽ നോക്കി, സിമ്പിളായിട്ടുള്ള ലെവൽ നോക്കി, ഇത്രയും നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട ചോദ്യങ്ങളുള്ളതില്ല. ഓക്കെ, നെക്സ്റ്റ് പരിപാടിയിലേക്ക് കടക്കാം. റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട്. നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ബേസിസിൽ നിന്ന് അങ്ങനെ തുടങ്ങി പോവുകയാണ്. അവസാനത്തേക്ക് എത്തുമ്പോഴത്തേനും ഒരു ഡിഗ്രി ലെവൽ ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കും. അതുവരെയുള്ള ടോപ്പിക്കുകൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. മാർക്കുകൾ മിസ്സാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ട്. മലയാളം ഓർത്ത് വെക്കണേ. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ടിന് നമ്മൾ വിളിക്കുക രേഖീയ ഭാഗം എന്നാണ് വിളിക്കുക. ആ കോംപ്ലക്സ് നമ്പറിൻ്റെ രേഖീയ ഭാഗം അല്ലെങ്കിൽ സമ്മിശ്ര സംഖ്യയുടെ രേഖീയ ഭാഗം എന്നാണ് വിളിക്കുക. ഇമാജിനറി പാർട്ടിനെ നമ്മൾ വിളിക്കുക ആ സമ്മിശ്ര സംഖ്യയുടെ സാങ്കല്പിക ഭാഗം എന്നാണ് വിളിക്കുക. സാങ്കല്പിക ഭാഗം. രേഖീയ ഭാഗവും സാങ്കല്പിക ഭാഗവും. അപ്പോൾ നോക്കാം, നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ സാധാരണയായിട്ട് റെപ്രസെൻറ്റേഷൻ കൊടുക്കാറുള്ളത് Z എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. Z ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് IY. ഈ രൂപത്തിൽ വരുന്ന നമ്പറുകളെയാണ് നമ്മൾ സമ്മിശ്ര സംഖ്യകൾ എന്ന് വിളിക്കുക. അതിൽ ഈ എക്സിൻ്റെയും വൈൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എക്സും വൈയും എവിടെയുള്ള സംഖ്യകളായിരിക്കണം? രേഖീയ സംഖ്യകളായിരിക്കണം, അഥവാ റിയൽ നമ്പറുകളായിരിക്കണം. ഓക്കെ, അപ്പോൾ Z ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് IY എന്ന രൂപത്തിലുള്ള സംഖ്യകൾ, അതിൽ എക്സും വൈയും രേഖീയ സംഖ്യകളായിരിക്കണം. അത്തരത്തിലുള്ള സംഖ്യകളെയാണ് നമ്മൾ പൊതുവായിട്ട് കോംപ്ലക്സ് നമ്പേഴ്സ് അഥവാ സമ്മിശ്ര സംഖ്യകൾ എന്ന് വിളിക്കുക. അതിൽ ഈ എക്സ് എന്ന് പറയുന്നത് ആ സമ്മിശ്ര സംഖ്യയുടെ രേഖീയ ഭാഗമാണ്. വൈ എന്ന് പറയുന്നത് ആ സമ്മിശ്ര സംഖ്യയുടെ ഏത് ഭാഗമാണെന്ന് പറയാം? സാങ്കല്പിക ഭാഗമാണെന്ന് പറയാം. രേഖീയ ഭാഗം, മറ്റേതാണ് സാങ്കല്പിക ഭാഗം എന്ന് പറയാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ടത്. എക്സാമ്പിൾ ആയിട്ട് നോക്കാം. Z ഈസ് ഈക്വൽ ടു 5 + 3i എന്ന് പറയുന്ന ഒരു സമ്മിശ്ര സംഖ്യ എടുത്താൽ അതിൻ്റെ രേഖീയ ഭാഗം എത്രയാ? രേഖീയ ഭാഗം എന്ന് പറയുന്നത് എത്രയാ? 5. അതിൻ്റെ സാങ്കല്പിക ഭാഗം എത്രയാ? 3. Z ഈസ് ഈക്വൽ ടു 5 - i/2 എന്നെടുത്തു. ഈ സമ്മിശ്ര സംഖ്യയുടെ രേഖീയ ഭാഗം എത്രയാ? 5. അതിൻ്റെ സാങ്കല്പിക ഭാഗം എത്രയാ? -1/2. ഓക്കെ, Z ഈസ് ഈക്വൽ ടു 3 എന്നെടുത്തു. അതൊരു രേഖീയ സംഖ്യ മാത്രമാണ്. ഓക്കെ, Z ഈസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ ശരിക്ക് 3 + 0i എന്ന് എഴുതാം. അപ്പോൾ ഇയാൾ ആരുമാണ്? സമ്മിശ്ര സംഖ്യ. അപ്പോൾ എല്ലാ രേഖീയ സംഖ്യകളും എന്ത് സംഖ്യകളാണ്? സമ്മിശ്ര സംഖ്യകളാണ്. എല്ലാ റിയൽ നമ്പേഴ്സും കോംപ്ലക്സ് നമ്പേഴ്സാണ്.
ഓക്കെ, അതിൻ്റെ റിയൽ പാർട്ട് അതായത് രേഖീയ ഭാഗം എന്ന് പറയുന്നത് 3 ആണ്. അതിൻ്റെ ഇമാജിനറി പാർട്ട് സാങ്കല്പിക ഭാഗം എന്ന് പറയുന്ന ആരാണ് 0 z ഈസ് ഈക്വൽ ടു 5i. അതിൻ്റെ രേഖീയ ഭാഗാര 0 ആണ് വരിക. അതിൻ്റെ സാങ്കല്പിക ഭാഗാര വരിക 5 ആണ് വരിക. അതാണ് രേഖീയ ഭാഗം, സാങ്കല്പിക ഭാഗം, അല്ലെങ്കിൽ റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ട്. ഇതെന്തിനാ ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിനെ ബേസ് ചെയ്തിട്ടും ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് അല്ലെങ്കിൽ സമ്മിശ്ര സംഖ്യകളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് വരിക. ഒരു എക്സാമ്പിൾ കണ്ടോ. 1 + 2i / 1 - i എന്ന സമ്മിശ്ര സംഖ്യയുടെ രേഖീയ ഭാഗം എത്ര? അതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് 1 + 2i ഡിവൈഡഡ് ബൈ 1 - 2i എന്നാണ് തന്നിട്ടുള്ളത്. ഈ സമ്മിശ്ര സംഖ്യയുടെ രേഖീയ ഭാഗം അല്ലെങ്കിൽ ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട് കണ്ടെത്തണം. അതിനെന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ആ കോംപ്ലക്സ് നമ്പറിനെ x+iy എന്ന് പറയുന്ന രൂപത്തിലേക്ക് എഴുതണം. അതിനെന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നോക്കാം. എങ്ങനെയാണ് ഈ കോംപ്ലക്സ് നമ്പറിനെ x+iy എന്ന് പറയുന്ന രൂപത്തിലേക്ക് ആക്കാം? അതൊരു ഫ്രാക്ഷണൽ ഫോമുല കിടക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഭിന്നസംഖ്യാ രൂപത്തിലാണ് കിടക്കുന്നത്. ഒരു ഭിന്നസംഖ്യാ രൂപത്തിലുള്ള സാധനത്തെ നോർമൽ ഫോമിലേക്ക്, അതായത് ഒരു സാധാരണ കോംപ്ലക്സ് നമ്പർ എങ്ങനെയാണോ സമ്മിശ്ര സംഖ്യയുടെ x+iy എന്ന് പറയുന്ന രൂപത്തിലേക്ക് എങ്ങനെ എഴുതാം എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. അതിനുള്ള ഐഡിയ എന്ന് പറയുന്നത് ഇങ്ങനെയാ. 1 + 2i ഡിവൈഡഡ് ബൈ 1 - 2i എന്ന് പറയുന്ന നമ്പറിനെ നമ്മുടെ ഡിനോമിനേറ്റർ ഛേദത്തിലുള്ള നമ്പർ ആരാ നോക്കുക, 1 - 2i. അതിനെ 1 + 2i കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. കോൺജുഗേറ്റ് എന്നതിനെ വിളിക്കും. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയുന്നുണ്ട്. ഇപ്പം എത്ര മനസ്സിലാക്കുക, 1 - 2iൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 1 + 2i കൊണ്ട് മുകളിലും താഴെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഗുണിക്കുന്നു. മുകളിലും താഴെയും ഗുണിക്കുക. ഓക്കെ, ഇവിടെ 1 - 2i അല്ലല്ലോടാ, സോറിടാ, 1 - i ആട്ടോ. എന്താ കിട്ടുക, 1 + 2i / 1 - i ആണ്. അപ്പോൾ 1 - iൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 1 + i കൊണ്ട് നമ്മൾ മുകളിലും താഴെയും അങ്ങോട്ട് ഗുണിക്കണം. അപ്പോൾ മുകളിൽ എന്താ കിട്ടുക, ആ ബ്രാക്കറ്റ് അങ്ങോട്ട് റിമൂവ് ചെയ്യുമ്പോൾ 1 × 1 1 + 1 × i i പ്ലസ് 2i × 1 2i പ്ലസ് 2i × i എന്ന് പറഞ്ഞാൽ 2 അവിടെ ഉണ്ടാകും, i × i എന്ന് പറഞ്ഞാൽ i² ആണ്, ഡിവൈഡഡ് ബൈ ഇത് a+b × a - b ഫോമുല. a+b × a - b ആണെങ്കിൽ എന്താ നമുക്ക് കിട്ടുക, a² - b². അപ്പോൾ അവിടെ കിട്ടുക 1² - i² എന്ന് കിട്ടും. ഓർക്കണേ, a+b × a - b = a² - b² ആണെന്നുള്ള സമവാക്യം നമ്മൾ 8ാം ക്ലാസ് മുതൽ പഠിക്കുന്ന ആ കാര്യം ഓർത്ത് വെക്കണം. ദാറ്റ് ഈസ് ആൻസർ ഈസ് 1 + iയും 2iയും കൂട്ടിയാൽ 3i എന്ന് കിട്ടുന്നുണ്ട്. പ്ലസ് 2 × i² എന്ന് പറഞ്ഞാൽ -1. അപ്പോൾ അവിടെ കിട്ടുക -2 എന്ന് കിട്ടും. ബൈ 1² എന്ന് പറഞ്ഞാൽ 1 ആണ്, -i² എന്ന് പറഞ്ഞാൽ -1. ദെർഫോർ ഇവിടെ റിയൽ പാർട്ട് വരിക 1 - 2 എന്ന് കിട്ടുന്നുണ്ട്. 1 - 2, 1 ന്ന് 2 കുറച്ച് എത്ര കിട്ടുക, ഈ ഭാഗം മാത്രം നോക്കാം. 1 - 2, 1 ന്ന് 2 പോയാൽ എത്ര കിട്ടുക, 1 ന്ന് 2 പോയാൽ -1 എന്നാണ് കിട്ടുക. പ്ലസ് 3i എന്നുണ്ട്, ഡിവൈഡഡ് ബൈ 1 - -1 എന്ന് പറയുന്നത് എന്താ, 1 + 1 2 എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെ റിയൽ പാർട്ടും അല്ലെങ്കിൽ രേഖീയ ഭാഗവും സാങ്കല്പിക ഭാഗവുമായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടുക, -1/2 പ്ലസ് 3/2i എന്ന് കിട്ടും. എന്നാ പറഞ്ഞേ, ഈ സംഖ്യയുടെ അല്ലെങ്കിൽ ഈ സമ്മിശ്ര സംഖ്യയുടെ രേഖീയ ഭാഗം ആരാ, രേഖീയ ഭാഗം -1/2. ഈ സമ്മിശ്ര സംഖ്യയുടെ സാങ്കല്പിക ഭാഗം ആരാ, ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ, ഈ സമ്മിശ്ര സംഖ്യയുടെ സാങ്കല്പിക ഭാഗം ആരാ, 3/2. നമ്മളോട് ചോദിച്ചത് ആ സമ്മിശ്ര സംഖ്യയുടെ രേഖീയ ഭാഗം ആരാന്നാണ് ചോദിച്ചത്. രേഖീയ ഭാഗം എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് ആരാ, -1/2 ആണ്. ദെർഫോർ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. റെഡിയല്ലേ, പ്രശ്നമില്ലല്ലോ, ഇല്ല. അപ്പോൾ ഇതാണ് റൈറ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് മറ്റൊരു ചോദ്യം നോക്കാം. √i + √-i ഇതിൻ്റെ വില എന്താണ്? √i + √-i ഇതിൻ്റെ വില എന്താണ്? അപ്പോൾ നോക്കാം, ഇത് മറ്റൊരു രീതിയിലാണ് ചെയ്യുക. ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റില്ല, മറ്റൊരു രീതിയിലാണ് ചെയ്യുക. √i + √-i ഇതിൻ്റെ വില എന്താണെന്ന് കണ്ടെത്താം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിന് നമ്മൾ x എന്ന് പേര് കൊടുക്കുന്നു. x = √i + √-i. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, √i + √-i² എന്നാണ് കിട്ടുക. ഓക്കെ,
ഈ സ്ക്വയർ ചെയ്യുന്നത് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ നമുക്കറിയാം, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. അത് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കേസിലും ബാധകമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ എഴുതുക? റൂട്ട് മൈനസ് ഐ സ്ക്വയർ പ്ലസ് റൂട്ട് ഐ സ്ക്വയർ പ്ലസ് റൂട്ട് മൈനസ് ഐ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു റൂട്ട് ഐ ഇൻറ്റു റൂട്ട് മൈനസ് ഐ എന്ന് കിട്ടുന്നുണ്ട്. റൂട്ട് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ, റൂട്ട് മൈനസ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് ഐ, പ്ലസ് 2 ഇൻറ്റു റൂട്ട് ഐ ഇൻറ്റു മൈനസ് ഐ എന്ന് പറഞ്ഞാൽ മൈനസ് ഐ സ്ക്വയർ എന്ന് കിട്ടും. പ്ലസ് ഐയും മൈനസ് ഐയും ഇവിടെ ക്യാൻസൽ ആയിട്ട് പോകും. ബാക്കിയുള്ളത് ആരാണ്? 2 ഇൻറ്റു റൂട്ട് മൈനസ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 1, ദാറ്റ് ഈസ് 2 റൂട്ട് 1 എന്ന് കിട്ടും. 2 റൂട്ട് 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 2 തന്നെ, കാരണം റൂട്ട് 1ൻ്റെ ആൻസർ 1. therefore x square equal to എന്ത് കിട്ടുന്നുണ്ട്? 2 എന്ന് കിട്ടുന്നുണ്ട്. therefore x equal to root 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 2 ഉണ്ട്, പക്ഷെ നമുക്ക് ഓപ്ഷനിൽ ആരാ നോക്കാം? ഓപ്ഷനിലുള്ളത് റൂട്ട് 2 ആണ്. therefore x equal to root 2. അപ്പോൾ ഒന്നും കൂടെ പറയാം, റൂട്ട് ഐ പ്ലസ് റൂട്ട് മൈനസ് ഐൻ്റെ വില എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക, റൂട്ട് ഐ പ്ലസ് റൂട്ട് മൈനസ് ഐക്ക് നമ്മൾ എക്സ് എന്ന് പേരിട്ട് കൊടുക്കും. എന്നിട്ട് എക്സിൻ്റെ സ്ക്വയർ കാണുക എന്ന് പറഞ്ഞാൽ റൂട്ട് ഐ പ്ലസ് റൂട്ട് മൈനസ് ഐ സ്ക്വയർ. ദാറ്റ് ഈസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്തിനും ബാധകമാണ്? സമ്മിശ്ര സംഖ്യകൾക്കും ബാധകമാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് ഐ സ്ക്വയർ പ്ലസ് റൂട്ട് മൈനസ് ഐ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു റൂട്ട് ഐ ഇൻറ്റു റൂട്ട് മൈനസ് ഐ എന്ന് കിട്ടും. അതിൻ്റെ സ്ക്വയറും റൂട്ടുകളൊക്കെ ക്യാൻസൽ ചെയ്ത് പോയാൽ നമുക്ക് ലാസ്റ്റ് ആൻസർ കിട്ടുക 2 എന്നാണ്. എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 ആണെങ്കിൽ എക്സ് പ്ലസ് ഓർ മൈനസ് 2 ആണ്. പക്ഷേ നമ്മുടെ ഓപ്ഷനിലുള്ളത് ആര് മാത്രമാണ്? റൂട്ട് 2 മാത്രമാണ്. therefore ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. റെഡിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ടൈപ്പിലാണ് നമുക്ക് ആദ്യ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യേണ്ടത്? എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, മറ്റു നോക്കാം. റൂട്ട് 2i വില എന്താണ്? റൂട്ട് 2iൻ്റെ വില എന്താണ്? കാണുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിട്ട് തോന്നും. റൂട്ട് 2i എന്ന് പറയുന്നതിൻ്റെ വില എന്താണ്? നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ റൂട്ട് 2iൻ്റെ വില കാണുക. അതിനാദ്യം നമ്മൾ ചെയ്യുക 2i മേലാണ് നമ്മുടെ കളി നടക്കുക. 2i ഓക്കെ, 2i. ഈ 2i എങ്ങനെ മാറ്റി എഴുതാം എന്നുള്ള കാര്യം നോക്കാം. ഈ 2iനെ നമുക്ക് 2i പ്ലസ് 1 മൈനസ് 1 എന്ന് എഴുതിക്കൂടെ? 2iനെ 2i പ്ലസ് 1 മൈനസ് 1. ആ പ്ലസ് 1ഉം മൈനസ് 1ഉം ക്യാൻസൽ ചെയ്താൽ 2i തന്നെയാണല്ലോ കിട്ടുക അല്ലേ? അതിനൊന്ന് ഞാൻ സിംപ്ലിഫൈ ചെയ്യാണ്. ഓക്കെ, ഞാൻ ചെയ്യുന്ന പരിപാടി കണ്ടോ. ആദ്യം ഞാൻ 1 എഴുതി, പിന്നെ പ്ലസ് 2i എഴുതി, പിന്നെ മൈനസ് 1 എഴുതി. അതായത് ആ സാധനത്തിന് ഞാനൊന്ന് എന്ത് ചെയ്തു? അറേഞ്ച് ചെയ്ത് വെച്ചു. ജസ്റ്റ് ഒന്ന് അറേഞ്ച്മെൻറ്റ് നടത്തി. ദാറ്റ് ഈസ് 1 എന്ന് പറഞ്ഞാൽ ശരിക്ക് 1ൻ്റെ സ്ക്വയറാണ്. 1 സ്ക്വയർ എന്നല്ലേ 1. 2i എന്ന് പറഞ്ഞാൽ ശരിക്ക് 2 ഇൻറ്റു 1 ഇൻറ്റു ഐ എന്ന് എഴുതാം. മൈനസ് 1 എന്ന് പറഞ്ഞാൽ ശരിക്ക് പ്ലസ് ഐ സ്ക്വയർ. അപ്പം ഇത് ഏത് രൂപത്തിലായി? ഇതൊരു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്ന രൂപത്തിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കിക്കേ. എ സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ബി, 2 ഇൻറ്റു 1 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ഐ, പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയറാ. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആരാ? എ പ്ലസ് ബി ഹോൾ സ്ക്വയറാ. അപ്പം അത് പ്രകാരം ഇയാൾ എങ്ങനെ എഴുതാം? 1 പ്ലസ് ഐ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് 2i ഈക്വൽ ടു 1 പ്ലസ് ഐ ഹോൾ സ്ക്വയർ എന്നാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ റൂട്ട് 2i എന്തായിരിക്കും? റൂട്ട് 1 പ്ലസ് ഐ ഹോൾ സ്ക്വയറിൻ്റെ റൂട്ടും സ്ക്വയർ അങ്ങോട്ട് ക്യാൻസൽ ആകുമ്പോൾ 1 പ്ലസ് ഐ എന്ന ആൻസർ കിട്ടും. therefore ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഈ മെത്തേഡിൽ വേണം ആ സാധനത്തിന് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. റൂട്ട് 2iൻ്റെ വില എന്താണ്? ഇതൊക്കെ നിങ്ങൾ പ്ലസ് 1 ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ സമ്മിശ്ര സംഖ്യകൾ വന്നാൽ, അല്ലെങ്കിൽ വർഗ്ഗമൂലത്തിൻ്റെ ഉള്ളിൽ സമ്മിശ്ര സംഖ്യകൾ വന്നാൽ എങ്ങനെ അതിൻ്റെ ഉത്തരം കാണാം എന്നുള്ള കാര്യം. അപ്പോൾ നോക്കുക, റൂട്ട് 2iൻ്റെ വില കിട്ടാൻ നമ്മൾ ആദ്യം 2iയിലാണ് കളിക്കുന്നത്. 2iനെ നമ്മൾ 2i പ്ലസ് ഐ മൈനസ് 1, 2i പ്ലസ് 1 മൈനസ് 1 എന്ന് എഴുതി. പ്ലസ് 1 മൈനസ് 1 ക്യാൻസൽ ചെയ്താൽ 2i തന്നെ. എന്നിട്ട് അതിനൊന്ന് അറേഞ്ച് ചെയ്തു. ആദ്യം 1 എഴുതി, പ്ലസ് 2i എഴുതി, പിന്നെ മൈനസ് 1 എഴുതി. 1 എന്ന് പറഞ്ഞാൽ ശരിക്കും 1 സ്ക്വയറാണ്. 2iനെ 2 ഇൻറ്റു 1 ഇൻറ്റു ഐ എന്ന് എഴുതാം. മൈനസ് 1നെ പ്ലസ് ഐ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോർമുല ഏതാ? 1 പ്ലസ് ഐ ഹോൾ സ്ക്വയർ. therefore 2i ഈക്വൽ ടു 1 പ്ലസ് ഐ ഹോൾ സ്ക്വയർ. റൂട്ട് 2i ഈക്വൽ ടു 1 പ്ലസ് ഐ എന്ന് കിട്ടും. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നോക്കാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. റൂട്ട് 5 പ്ലസ് 12i പ്രീവിയസ് ഇയറിലെ HSA മാത്തമാറ്റിക്സിൻ്റെ കന്നഡ വേർഷനിലുള്ള ചോദ്യത്തിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇത്. ഓക്കെ, റൂട്ട് 5 പ്ലസ് 12iൻ്റെ ആൻസർ എത്രയാണ്? റൂട്ട് 5 പ്ലസ് 12i ഡയറക്റ്റ് ആയിട്ട് ചെയ്യല്ല ചെയ്യുക. നമ്മൾ ആദ്യം ചെയ്യുക 5 പ്ലസ് 12i നേരത്തെ ചെയ്തതുപോലെ എന്തിൻ്റെയെങ്കിലും സ്ക്വയർ ആക്കി എഴുതാൻ പറ്റുമോ? നേരത്തെ നമ്മൾ 2i എന്താ ചെയ്തത്? 1 പ്ലസ് ഐൻ്റെ സ്ക്വയർ ആക്കി എഴുതാൻ നോക്കി. അതുപോലെ നിങ്ങൾക്ക് 5 പ്ലസ് 12i എന്തിൻ്റെയെങ്കിലും സ്ക്വയർ ആക്കി എഴുതാൻ പറ്റുമോ? അപ്പോൾ ആ ചിന്ത നിങ്ങൾ നേരെ ഓപ്ഷനിലേക്ക് കൊണ്ടുപോകണം. ഓപ്ഷനിലേക്കുള്ള കാര്യം 3ഉം 2i ഒക്കെയാണ്.
അപ്പോൾ 3+2i സ്ക്വയറിൻ്റെ ഫോമിലേക്ക് ഇയാളെ കൊണ്ടുവെത്താൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കിയാൽ മതി. എന്താ 3+2i സ്ക്വയർ വരിക? 3 സ്ക്വയർ 9 പ്ലസ് 2 × 3 × 2i. 2 × 3 എന്ന് പറഞ്ഞാൽ എത്രയാ? 6. 6 × 2i എന്ന് പറഞ്ഞാൽ 12i പ്ലസ് 2i സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? -2 കിട്ടുക. അപ്പം അതിലേക്ക് ഈ സാധനത്തിന് എത്തിക്കാൻ നോക്കിയാൽ മതി. അപ്പം അതിന് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ 12i അവിടെയുണ്ട്, ഇനി ഇവിടെ ഉള്ളത് 5ആണ്. അപ്പം ഞാൻ ഇങ്ങനെ എഴുതി 5 + 12i കൂടെ +4ഉം -4ഉം അങ്ങോട്ട് കൂട്ടിക്കൊടുത്തു. +4ഉം -4ഉം ഓക്കെ, പ്രശ്നമൊന്നുമില്ല. അതെന്താ? +4ഉം -4ഉം ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് കിട്ടുക 5 + 12i തന്നെയാണ്. ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 5ഉം 4ഉം കൂട്ടിയാൽ 9, അതവിടെ എഴുതി വെച്ചു. പ്ലസ് 12i ഞാൻ ഇങ്ങനെ എഴുതി 2 × 3 6 × 2i എന്ന് എഴുതി വെച്ചു. 2 × 3 × 2 2 × 3 6 6 × 2 12i. പിന്നെ ബാക്കിയുള്ളത് അവിടെ -4. ദാറ്റ് ഈസ് 9 എന്ന് പറഞ്ഞാൽ ശരിക്കും 3 സ്ക്വയറാണ്. പിന്നെ ഉള്ളത് 2 × 3 × 2i -4 എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ ആരാ? 2i സ്ക്വയറാണ് -4 കിട്ടുക. ഇപ്പം ഇതൊരു a² + 2ab + b² എന്ന് പറയുന്ന ഫോമുല എഴുതിയില്ലേ? നോക്കാം എന്താ? a² + 2ab + b² ഫോമുലായി. a² എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ പ്ലസ് 2 × a എന്ന് പറഞ്ഞാൽ 3, b എന്ന് പറഞ്ഞാൽ 2i പ്ലസ് b² എന്ന് പറഞ്ഞാൽ 2i². ഇതിൻ്റെ ആൻസർ എന്താ കിട്ടുക? a + b² കിട്ടുക. a + b² എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ? 3 + 2i². ദെർഫോർ ആൻസർ ഈസ് 3 + 2i² എന്ന് കിട്ടുന്നുണ്ട്. അതായത് ഇപ്പോൾ കിട്ടിയത് 5 + 12i = 3 + 2i². അപ്പോൾ 5 + 12i റൂട്ട് എന്താ കിട്ടുക? 3 + 2i എന്ന് കിട്ടുക. സ്ക്വയറും റൂട്ടും ക്യാൻസൽ ചെയ്താൽ ദെർഫോർ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഈ രൂപത്തിലാണ് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, അപ്പോൾ ഇത് പ്രീവിയസ് ഇയർ HSAക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. നന്നായിട്ട് കാര്യം മനസ്സിലാക്കി വെക്കുക. 5 + 12i ഇതിൻ്റെ ഉള്ളിൽ റൂട്ട് വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് അതിനെ എന്തിൻ്റെങ്കിലും സ്ക്വയർ ആക്കി എഴുതാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കുക. അല്ലെങ്കിൽ a + b² ഫോർമുലയിലേക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അതിനുള്ള സംഗതികൾ നിങ്ങളുടെ ഓപ്ഷനിൽ തന്നെ ഉണ്ടായിരിക്കും. ആ ഓപ്ഷനിലുള്ള സാധനം വെച്ചിട്ട് തന്നെ നിങ്ങൾ അതിനെന്ത് ചെയ്താൽ മതി? സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതേ മോഡലാണ് നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട്. എന്നിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. 2 ചോദ്യങ്ങളും കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, നോക്കാം. ഇതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. 1 + i⁵ പ്ലസ് 1 - i⁵ ഇതിൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1 + i⁵ പ്ലസ് 1 - i⁵ ഇതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടെത്തണം. പല രീതിയിൽ അതിൻ്റെ വാല്യൂ കണ്ടെത്താം. പല രീതിയിലുണ്ട്, പല മെത്തേഡുകളുണ്ട്. ഞാൻ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡിലേക്ക് നമുക്കൊന്ന് പോകാം. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് 1 + i⁵ എക്സ്പാൻഷൻ എഴുതിയിട്ടൊക്കെ ചെയ്യാം. അതിനൊന്നും ആവശ്യമില്ല. നമുക്കിങ്ങനെ എഴുതാം. 1 + i⁵ 1 + i² × 1 + i² × 1 + i എന്ന് എഴുതാം. ഇതാരാ ശരിക്ക്? 1 + i⁵. പ്ലസ് 1 - i⁵ എങ്ങനെ എഴുതാം? 1 - i² 1 - i² × 1 - i എന്ന് എഴുതാം അല്ലേ? ഇതാരാ ശരിക്ക്? 1 - i⁵. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ആകെ കാണേണ്ടത് 1 + i² വാല്യൂവും 1 - i² വാല്യൂ മാത്രം കണ്ടിട്ട് അതിൽ ഇൻപുട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് നോക്കാം. 1 + i² വാല്യൂ എന്താ? 1 + i². a + b² വയ്യാം. a² 1² പ്ലസ് b² i² പ്ലസ് 2ab 2 × 1 × i. 1² എന്ന് പറഞ്ഞാൽ 1 പ്ലസ് i² എന്ന് പറഞ്ഞാൽ -1 പ്ലസ് 2 × 1 × i എന്ന് പറഞ്ഞാൽ 2i. പ്ലസ് 1ഉം -1ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് 1 + i² വാല്യൂ എന്ത് കിട്ടും? 2i എന്ന് കിട്ടും. ഓക്കെ, ഇനി 1 - i² വാല്യൂ എന്താ കിട്ടുക നോക്കാം. 1 - i² വാല്യൂ ഇത് a - b² a² പ്ലസ് b² -2ab. a² എന്ന് പറയുന്നത് 1² പ്ലസ് b² എന്ന് പറയുന്ന i² -2ab എന്ന് പറയുന്നത് 2 × 1 × i. 1² എന്ന് പറഞ്ഞാൽ 1 പ്ലസ് i² എന്ന് പറഞ്ഞാൽ -1 -2 × 1 × i എന്ന് പറഞ്ഞാൽ 2i. പ്ലസ് 1ഉം -1ഉം ക്യാൻസൽ ആവും. ആൻസർ ഈസ് -2i എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1 + i² എന്ന് പറയുന്നത് 2i ആണ്. 1 - i² എന്ന് പറയുന്നത് -2i. ഇനി ഇതിൽ ഇൻപുട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്താ കിട്ടുക? 1 + i² അതായിരുന്നു ഫസ്റ്റ്, അത് 2i ഇൻറ്റു 1 + i² ദാറ്റ് ഈസ് അഗെയിൻ 2i ഇൻറ്റു പിന്നെന്തായിരുന്നു 1 + i എന്നുണ്ടാവുക ദാറ്റ് ഈസ് 1 + i എന്ന് കിട്ടുന്നുണ്ട്. ഈക്വൽ ടു ഇവിടെ എന്താ കിട്ടുന്നത്?
ഇവിടെ കിട്ടുന്ന സംഗതി എന്തായിരുന്നു? 1 പ്ലസ് ഐ 1 മൈനസ് ഐ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഐ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഐ ആണ്. ഓക്കെ, അപ്പോൾ പ്ലസ് ആണ് ഇടേണ്ട കേട്ടോ. പ്ലസ് 1 മൈനസ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 2i ഇൻറ്റു 1 മൈനസ് ഐ സ്ക്വയർ മൈനസ് 2i ഇൻറ്റു പിന്നെ ആരാളുള്ളത് 1 മൈനസ് ഐ എന്നും ഉണ്ടായിരിക്കും. അപ്പോൾ 2 ഇൻറ്റു 2 4 ആണ്. ഐ ഇൻറ്റു ഐ സ്ക്വയർ മൈനസ് 1 ആണ്. അപ്പോൾ മൈനസ് 4 ഇൻറ്റു 1 പ്ലസ് ഐ എന്ന് കിട്ടുന്നുണ്ട്. പ്ലസ് ഇവിടെയോ മൈനസും മൈനസും പ്ലസ് ആയിട്ട് മാറി. ഓക്കെ, പിന്നെ 2i ഇൻറ്റു 2i എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 4 ആണ്. ഐ ഇൻറ്റു ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ. അപ്പോൾ അവിടെയും മൈനസ് 4 ഇൻറ്റു 1 മൈനസ് ഐ എന്ന് വരുന്നുണ്ട്. ദാറ്റ് ഈസ് മൈനസ് 4 ഇൻറ്റു 1 മൈനസ് 4 പ്ലസ് മൈനസ് 4 ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? മൈനസ് 4i എന്ന് കിട്ടുന്നുണ്ട്. മൈനസ് 4i പ്ലസ് മൈനസ് 4 ഇൻറ്റു 1 മൈനസ് 4 മൈനസും മൈനസും പ്ലസ് 4i എന്ന് കിട്ടുന്നുണ്ട്. ഈ പ്ലസ് 4iയും മൈനസ് 4iയും ക്യാൻസൽ ചെയ്താൽ മൈനസ് 4 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 8 ആണ്. അത് ഓപ്ഷനിലുണ്ടോ എന്നുള്ള കാര്യം നോക്കാം. മൈനസ് 8 ഓപ്ഷനിലുണ്ട്. ദെർഫോർ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തത് 1 പ്ലസ് ഐ റേസ് ടു 5 പ്ലസ് 1 മൈനസ് ഐ റേസ് ടു 5 ആണ്. അതിനെ 1 പ്ലസ് ഐ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ഐ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ഐ എന്ന് എഴുതി. പ്ലസ് 1 മൈനസ് ഐ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഐ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഐ എന്ന് എഴുതി. 1 പ്ലസ് ഐ സ്ക്വയർ 2i കിട്ടി. 1 മൈനസ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 2i കിട്ടി. അത് ഇട്ട് കൊടുക്കുമ്പോൾ 2i ഇൻറ്റു 1 പ്ലസ് ഐ മൈനസ് 2i ഇൻറ്റു മൈനസ് 2i ഇൻറ്റു 1 മൈനസ് ഐ ദാറ്റ് ഈസ് മൈനസ് 4 ഇൻറ്റു 1 പ്ലസ് ഐ പ്ലസ് മൈനസ് 4 ഇൻറ്റു 1 മൈനസ് ഐ. സിംപ്ലിഫിക്കേഷൻ നടത്തുമ്പോൾ നമുക്ക് മൈനസ് 8 എന്ന ഓപ്ഷൻ കിട്ടും. ദെർഫോർ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ചോദ്യങ്ങൾ വരിക. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ക്വസ്റ്റ്യനിലേക്ക് വരാം. 1 പ്ലസ് ഐ റൂട്ട് 3/2 ഹോൾ ക്യൂബിൻ്റെ രേഖീയ ഭാഗം കാണണം. അതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് 1 പ്ലസ് ഐ റൂട്ട് 3/2 1 പ്ലസ് ഐ റൂട്ട് 3/2 ഹോൾ ക്യൂബിന് സ്പ്ലിറ്റ് ചെയ്തിട്ട് 1 പ്ലസ് ഐ റൂട്ട് 3 ഹോൾ ക്യൂബ് ബൈ 2 ക്യൂബ് എന്ന് എഴുതി വെക്കാം. പ്രശ്നമില്ലല്ലോ, സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇനി അതിൽ നമ്മൾ ചെയ്യുന്നത് 1 പ്ലസ് ഐ റൂട്ട് 3 ഹോൾ ക്യൂബ് മാത്രം ആദ്യം ഒന്ന് കാണുക. 1 പ്ലസ് ഐ റൂട്ട് 3 ഹോൾ ക്യൂബ് മാത്രം ഒന്ന് കണ്ടു നോക്കാം, എന്താ കിട്ടാൻ നോക്കാം. ഇതിനെ നമുക്ക് 1 പ്ലസ് ഐ റൂട്ട് 3 ഹോൾ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ഐ റൂട്ട് 3 എന്ന് എഴുതി വെക്കാം. ഓക്കെ, ദാറ്റ് ഈസ് 1 പ്ലസ് ഐ റൂട്ട് 3 ഹോൾ സ്ക്വയർ എന്താ? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യും. 1 സ്ക്വയർ 1 പ്ലസ് 2 ഇൻറ്റു ഐ റൂട്ട് 3 ദാറ്റ് ഈസ് 2i റൂട്ട് 3 അല്ലെങ്കിൽ 2 റൂട്ട് 3i പ്ലസ് ഐ റൂട്ട് 3ൻ്റെ സ്ക്വയർ. ഐൻ്റെ സ്ക്വയർ വരുന്നത് -1 ആണ്. റൂട്ട് 3ൻ്റെ സ്ക്വയർ വരുന്നത് 3 ആണ്. അപ്പം -3 എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ ബാക്കിയുള്ളത് ആരാ? 1 പ്ലസ് ഐ റൂട്ട് 3 എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുക 1 മൈനസ് 3 ആദ്യം ചെയ്യാം. 1 മൈനസ് 3 എന്ന് പറഞ്ഞാൽ -2 ആണ്. അപ്പോൾ -2 പ്ലസ് 2 റൂട്ട് 3i എന്ന് കിട്ടുന്നുണ്ട് ഇൻറ്റു 1 പ്ലസ് ഐ റൂട്ട് 3 എന്ന് കിട്ടുന്നുണ്ട്. അഗെയിൻ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇന്നെങ്ങനെ സിംപ്ലിഫൈ ചെയ്യുന്നത്? ഞാനൊന്ന് ഇങ്ങോട്ട് മാറ്റി എഴുതിയെടുക്കാം. -2 പ്ലസ് 2 റൂട്ട് 3i ഇൻറ്റു എത്രയാണ് വരുന്നത്? 1 പ്ലസ് ഐ റൂട്ട് 3 എന്ന് വരുന്നുണ്ട്. 1 പ്ലസ് ഐ റൂട്ട് 3 എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? -2 ഇൻറ്റു 1 ദാറ്റ് ഈസ് -2 പ്ലസ് -2 ഇൻറ്റു ഐ റൂട്ട് 3 -2 റൂട്ട് 3i എന്ന് കിട്ടുന്നുണ്ട്. പ്ലസ് 2 റൂട്ട് 3 ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ 2 റൂട്ട് 3 ഇൻറ്റു ഐ ഇൻറ്റു 1 2 റൂട്ട് 3i തന്നെ. പിന്നെ പ്ലസ് ഐ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ ദാറ്റ് ഈസ് -1 2 ഇൻറ്റു റൂട്ട് 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 2 ഇൻറ്റു 3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് -2 പ്ലസ് 2 റൂട്ട് 3iയും -2 റൂട്ട് 3iയും ക്യാൻസൽ ചെയ്ത് പോകും. -2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? 6 ആണ് കിട്ടുക. അപ്പോൾ -2 -6 എന്ന് പറയുന്നത് എത്രയാ? -8 എന്ന് കിട്ടുന്നുണ്ട്. ഇനി ആ ക്വസ്റ്റ്യനിലേക്ക് വരാം. 1 പ്ലസ് ഐ റൂട്ട് 3 ഹോൾ ക്യൂബിൻ്റെ ആൻസർ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. എത്രയാ? -8 എന്ന് കിട്ടിയിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. 8ഉം 8ഉം ക്യാൻസൽ ചെയ്ത് പോയാൽ നമുക്ക് ആൻസർ കിട്ടും -1. ദെർഫോർ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം നമ്മൾ മറ്റൊരു രീതിയിലും കൂടെ ചെയ്യൂട്ടോ. അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഈ ചോദ്യം നമ്മൾ മറ്റൊരു രീതിയിലും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. അത് നമ്മൾ എന്താ പറയുന്നത്, nth റൂട്ട് ഓഫ് യൂണിറ്റി അല്ലെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയുന്ന ഒരു ആശയം പഠിക്കാനുണ്ട്. ഓക്കെ, അത് പറയുന്ന നേരത്ത് ഈ ചോദ്യം ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആ സമയത്ത് പറയാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആദ്യത്തെ സെക്ഷനിൽ പറയാനുള്ളത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഓർത്ത് വെക്കുക. നമ്മളിപ്പോൾ ആകെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്താണ് ഒരു സമ്മിശ്ര സംഖ്യ എന്നും സമ്മിശ്ര സംഖ്യയുടെ രേഖീയ ഭാഗം സാങ്കല്പിക ഭാഗം എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഐൻ്റെ പവറിനെ അല്ലെങ്കിൽ ഐൻ്റെ കൃത്യംഗത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ഇത്രയാണ് നമുക്ക് ആദ്യ ഭാഗത്തിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ.